ഇപ്പോൾ ആംബുലൻസ് വരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട്. ഒപ്പം മേയറും മെഡിക്കൽ കോളേജിലുണ്ട്. ടി വി പ്രസാദ്, ഇപ്പോൾ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ട്. മേയർ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 46 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. നമ്മുടെ ജോയിയെ നമുക്ക് നഷ്ടപ്പെട്ടു. എന്താണ് കൂടുതൽ കാര്യങ്ങൾ? ആരൊക്കെയുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ? അരുൺ പറഞ്ഞതുപോലെ ആംബുലൻസിൽ മൃതദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ കോർപ്പറേഷൻ സെക്രട്ടറി എല്ലാവരും ഇവിടെ ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ നിന്നുള്ള ആംബുലൻസ് ഇതാ മോർച്ചറിയിലേക്ക് കയറ്റുകയാണ്. ആംബുലൻസ് കിട്ടിയ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനെ വിവരമറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോകാതെ ഇവിടേക്ക് തന്നെ നേരെ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ജോയിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ്. ഇത് കഴിഞ്ഞ 3 ദിവസം ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഒടുവിൽ തെരച്ചിൽ വിഫലമായി. ജോയിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. മോർച്ചറിയിലേക്ക് അല്പസമയത്തിനകം തന്നെ കയറ്റും. ഇനിയിപ്പോൾ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടിയും മറ്റേതും പൂർത്തിയാക്കാനുണ്ട്. 2 ദിവസം, അതായത് മിനിഞ്ഞാന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് തിരച്ചിൽ. ഒടുവിൽ അല്പസമയം മുമ്പാണ് തകരപ്പറമ്പിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കിട്ടുന്നത്. വിഫലമായ രക്ഷാപ്രവർത്തനമായിരുന്നു അരുൺ. കോർപ്പറേഷനിലെ കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, മേയർ, ഡെപ്യൂട്ടി മേയർ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ട്. ജോയിയുടെ മൃതദേഹമാണ് ിലേക്ക് മാറ്റും. പിന്നീട് ഡോക്ടർമാരെത്തിയതിന് ശേഷം ആണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയം ഉൾപ്പെടെയുള്ള നടപടി തീരുമാനിക്കുക. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അരുൺ മൃതദേഹം അകത്തേക്ക് കയറ്റി കഴിഞ്ഞു. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയത്. ആംബുലൻസിനെ അനുധാവനം ചെയ്ത് മേയർ ഉണ്ടായിരുന്നു. അവസാനം വിഫലമായി അല്ലേ ശ്രമം. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് അവസാനം വിഫലമായി അല്ലേ ശ്രമം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായി 48 മണിക്കൂറിന് അധികമായി നമ്മുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ പറഞ്ഞു, നമ്മുടെ പ്രതീക്ഷയെല്ലാം ആ വൈകിയ വേളയിലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നമുക്ക് കണ്ടെത്താൻ കഴിയണം എന്നാണ്. പക്ഷെ നമുക്ക് ഇനിയും ഔദ്യോഗികമായി നമുക്ക് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണല്ലോ, ഒരു ഐഡന്റിഫിക്കേഷൻ അടക്കം നടത്തണം. നമുക്ക് പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിട്ടുണ്ട്. അല്ല, ഇത് ബോഡി എനിക്ക് തോന്നുന്നത് കണ്ട നമ്മുടെ നഗരസഭയുടെ ജീവനക്കാരാണ്. അത് ഇന്നലെ തന്നെ നമ്മൾ മഴ ശക്തമായി തുടരുന്ന സമയത്ത് ഒരു ഒബ്സർവേഷൻ ടീമിനെ ഇട്ടിരുന്നു എന്ന് ഞാൻ രാത്രി പറഞ്ഞു. ആ ഒബ്സർവേഷൻ ടീമിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നഗരസഭാ പരിധിയിലൂടെ ഈ തോടുകൾ കടന്നു പോകുന്ന എല്ലാ വാർഡുകളിലും നഗരസഭാ ജീവനക്കാർക്ക്, നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് നമ്മളൊരു അലർട്ട് കൊടുത്തിരുന്നു. കാരണം കണ്ടിജന്റ് സ്റ്റാഫുകൾ എപ്പോഴും അവിടെ ഇടപെടുന്നവരാണല്ലോ. അപ്പോൾ HIമാർ, JHIമാർ കണ്ടിജന്റ് സ്റ്റാഫുകളോട് നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. നഗരസഭയുടെ കണ്ടിജന്റ് സ്റ്റാഫ് 2 പേരാണ് ഒരുമിച്ച് അത് കാണുന്നത്. അവരുടെ പരിശോധനയിലാണ് അത് കാണുന്നത്. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകളെ, കളക്ടറെയും അതുപോലെ തന്നെ സബ് കളക്ടറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവരെയും അവർ അറിയിക്കുകയും തുടർന്ന് നമ്മുടെ നഗരസഭയും എല്ലാവരും അവിടെ ചെന്നുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ബോഡി കമഴ്ന്നാണ് കിടന്നത്. സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ, നമ്മൾ പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നടത്തണമെങ്കിൽ അവരുടെ കുടുംബം അത് ഐഡന്റിഫൈ ചെയ്യണം. അരുൺ സബ് കളക്ടർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പരിശ്രമം വിഫലമായി, ഇങ്ങോട്ട് പോകുന്നു പ്രതീക്ഷിച്ചിരുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ബെസ്റ്റ് ഓഫ് കേപ്പബിലിറ്റീസ് വെച്ച് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് കൺവേർജ് ചെയ്താണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ കൺവേർജൻസിന്റെ ഒരു റിസൾട്ടായി തന്നെ ഇതിനെ കാണാം. നമ്മളിപ്പം 2 ദിവസമായിട്ട് മേഡം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അന്നേരം ആലോചിച്ചിരുന്നു? ഡെഫിനറ്റ്ലി ആ ഒരു സാധ്യത ഡെഫിനറ്റ്ലി നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ സെർച്ച് തുടങ്ങിയപ്പം 2 സൈഡിലും തന്നെയാണ്. അപ്സ്ട്രീമിൽ നമ്മൾ സെർച്ച് നടത്തി, റെയിൽവേ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തേക്കുള്ള തോടിലും സെർച്ച് നമ്മൾ പാരലി തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ. പരമാവധി നോക്കി അല്ലേ നമ്മൾ ചെയ്യാൻ മനുഷ്യസാധ്യമായതെല്ലാം. ഡെഫിനറ്റ്ലി ചെയ്യാവുന്നതിന്റെ പരമാവധി, രാവ് പകൽ വ്യത്യാസമില്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും, നേവി ആവട്ടെ, ഫയർ ആൻഡ് സേഫ്റ്റി ആവട്ടെ, NDRF ആവട്ടെ, കോർപ്പറേഷന്റെ സ്റ്റാഫ് ആവട്ടെ, റെയിൽവേയുടെ സ്റ്റാഫ് ആവട്ടെ, റവന്യൂ സ്റ്റാഫ് ആവട്ടെ, എല്ലാവരും രാവ് പകൽ വ്യത്യാസമില്ലാതെ
ത്രൂ ഔട്ട് ഈ സെർച്ച് ഓപ്പറേഷന് സഹകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ മുതൽ ഈ റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകിയ സബ് കളക്ടറാണ് ഇപ്പോൾ സംസാരിച്ചത്. ആര്യ സംസാരിച്ചു തുടരുന്നുണ്ട്, അതിലേക്ക് കൂടി പോകും. ഫിഷർ ട്രാപ്പ് വെച്ചിട്ടുണ്ട്, നെറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ പ്ലാസ്റ്റിക് ഫിഷർ വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടക്കുകയായിരുന്നു രാവിലെ. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് കണ്ടിട്ടുള്ളത്. സമയം ഒരു അരമണിക്കൂറും അല്ലേ, ഒരു 3/4 മണിക്കൂർ. എത്ര മണിക്കാ ചേട്ടാ കണ്ടേ? 9:15 ആയിട്ടുണ്ടോ അല്ലേ? 9:15. ഇത് പ്രതീക്ഷിച്ചിരുന്നോ പുറത്തേക്ക് പോകാനുള്ള സാധ്യത? അല്ല, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നേരത്തെ നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തത്. കാരണം സ്റ്റാഫാണ് കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മഴയുടെ ഒഴുക്ക് നമ്മൾ ഇന്നലെ രാത്രി തന്നെ കണ്ടായിരുന്നു. കണ്ട സമയത്ത് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് രാവിലെ ജയിച്ചിലും നിർദ്ദേശമുണ്ട് അതിങ്ങനെ ഒന്ന് നോക്കുക. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു സംശയമായിരുന്നു. നമ്മൾ വെച്ച് വേറെ വേസ്റ്റ് അല്ലെന്ന്. അങ്ങനെ തുണി കിടക്കുകയായിരുന്നു. ആ തുണി ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ ഇത് നമ്മൾ കണ്ടു. അപ്പോഴാണ് ഏത് നിലയിലായിരുന്നു കമ്മന്ന് കിടന്ന് ബാക്ക്. നിങ്ങളെ കണ്ടിട്ട് അറിയിച്ചതാണോ? അല്ല, ഞങ്ങൾ സാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം നോക്കണം. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കി വന്നപ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ മാലിന്യത്തിൻ്റെ ഇടയിൽ പൊങ്ങി കിടക്കുകയായിരുന്നു. അതിങ്ങനെ പൊങ്ങി നിൽക്കുകയായിരുന്നു. തുണി മൂടി ഇങ്ങനെ കിടക്കുകയായിരുന്നു വെള്ളത്തിൽ. പ്രദേശത്തുള്ളവരാരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവർ തിരിച്ചറിഞ്ഞോ? ഈ ജോയി അറിയാവുന്നവരുണ്ട് ടൗണിൽ, തിരിച്ചറിഞ്ഞോ ആരെങ്കിലും? അങ്ങനെ നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞു, ഫാനായിട്ടൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ സ്ഥിരീകരിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. അതിനൊരു ഇപ്പോൾ മൃതദേഹം കണ്ട് എടുത്ത ആളാണ് ഇപ്പോൾ സംസാരിച്ചത്. മേയർ സംസാരിച്ചു, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നേതൃത്വം നൽകിയ സബ് കളക്ടർ സംസാരിച്ചു. ചുരുക്കത്തിൽ ശനിയാഴ്ച രാവിലെ തുടങ്ങിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് വിജയകരമല്ലാതെ പര്യവസാനിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ഇന്നലെ കഴിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും ജോയി ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൈവിട്ടിരുന്നു. കാരണം അത്രയേറെ മാലിന്യം നിറഞ്ഞ ആ വെള്ളത്തിൽ എങ്ങനെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇന്നലെ രാത്രിയും ഫയർഫോഴ്സ് ആയാലും NDRF ആയാലും ഇപ്പോൾ നേതൃത്വം നൽകിയ സബ് കളക്ടർ ആയാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആദ്യത്തെ ആ 30 മീറ്ററിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത്ര ദൂരത്തേക്ക് ഒഴുകിപ്പോയത് എന്നത് സംബന്ധിച്ചുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ നമ്മുടെ സംവിധാനത്തിനൊരു വീഴ്ചയുണ്ട്. കാരണം ഇങ്ങനെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നറിയുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ഓപ്പണിങ്ങിൽ, അതായത് പവർ ഹൗസ് ഭാഗത്ത് ഒരു നെറ്റെങ്കിലും കെട്ടാമായിരുന്നു. അതുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ആ മൃതദേഹം വന്ന് നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. പക്ഷേ ഈ പറയുന്ന ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ഈ മൃതദേഹം കിട്ടുന്ന നിമിഷം വരെ ഓരോ ആളുകളും മനുഷ്യസാധ്യമായത് ചെയ്തു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ മാലിന്യത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ മൂക്കുപൊത്തുന്ന ആ മലിനജലത്തിനുള്ളിൽ മുങ്ങിത്താണുകൊണ്ടാണ് നമ്മുടെ സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയത്. മനുഷ്യസാധ്യമായത് എല്ലാം ചെയ്തു എന്ന് തന്നെയാണ് അരുൺ. ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഭേദമന്യേ, അത് കോർപ്പറേഷനായാലും റെയിൽവേ ആയാലും ഇറിഗേഷൻ ആയാലും ആ ഭരണകൂടമായാലും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ ആ ശ്രമം വിഫലമായി പോയി എന്നുള്ളതാണ്. മാത്രമല്ല TV പ്രസാദ്, നമുക്ക് ഈ ആമയിഴഞ്ചാൻ തോട് മുതൽ ഈ മാലിന്യം ഇപ്പോൾ കണ്ടെത്തിയ, ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയ കനാൽ വരെ നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരെ നമുക്കൊന്ന് നിർത്താവുന്നതാണ്. എവിടെയൊക്കെയാണ് മാലിന്യം ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്നത് എന്ന കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇപ്പോൾ